ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബേക്കറി സ്റ്റൈലിലുള്ള ചീസി ചിക്കൻ ബ്രെഡ് റോളാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം വിനിഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. വിനിഗർ ഒഴിക്കുമ്പോൾ ചിക്കൻ സോഫ്റ്റും ആവും. ഫ്ലേവറെല്ലാം നല്ലവണ്ണം ചിക്കനിൽ പിടിക്കും അരമണിക്കൂർ കൊണ്ട്. ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാമേ. ആ സമയത്തിനുള്ളിൽ ഗരം മസാല പൊടിച്ചെടുക്കാം. ഇത്ര ഐറ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത്രേതിൻ്റെ ആവശ്യം നമുക്കില്ല, അത് കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. മാരിനേറ്റ് ചെയ്ത ചിക്കനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ ഒരല്പം എടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 2 വിസിൽ കൊടുത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ വേവിച്ചതിന് ശേഷം എക്സ്ട്രാ വെള്ളം ഒന്നും അതിനകത്തുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഇതിന് ഒട്ടും വെള്ളം പാടില്ല. ശകലം ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു പൾസ് അടിച്ചാൽ മതി. ഒത്തിരി പൊടിയാക്കണ്ട. ദാ ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി നമുക്ക് അതിനുള്ള സ്റ്റഫിങ് റെഡിയാക്കാം. അതിനാദ്യം ചൂടായ എണ്ണയിൽ സവാള നല്ലവണ്ണം വഴറ്റുക, ഉപ്പ് ചേർത്ത് വഴറ്റുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. സവാള നല്ലവണ്ണം വഴന്നതിന് ശേഷം മാത്രമേ കാബേജ് ഇടാവൂ. കാബേജ് ഇതിൽ പച്ചക്കറിയുടെ അളവ് ചിക്കൻ്റെ അളവിനേക്കാൾ കുറവായിരിക്കണം. പച്ചമുളകും ലാസ്റ്റിലായിട്ട് ക്യാപ്സിക്കവും ചേർക്കാം. ഇതെല്ലാം പച്ചക്കറികൾ ഒരേ അളവിൽ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് ഒരേ രീതിയിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാല അല്പം ചേർക്കുക. പച്ചക്കറി നല്ലവണ്ണം വഴന്നതിന് ശേഷം ചില്ലി പൗഡർ ഇടുക. ഇട്ട് നല്ലവണ്ണം പച്ചവാസന പോകുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക. ഈ മസാല അല്പം ഡ്രൈ ആയിട്ടിരിക്കണം. ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് എടുക്കുക. അത് ആറാനിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. കുറച്ച് 3-4 ബ്രെഡ് എടുത്ത് പൊടിച്ച് വെക്കുക. പൊടിച്ച് ഒരു പാത്രത്തിൽ നിരത്തി വെക്കുക. ഈ സ്റ്റെപ്പെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത്. 1-2 മുട്ട എടുത്ത് കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇതാ നമ്മുടെ മിക്സ് എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിസ്സ ചീസാണ്. നോർമൽ ചീസ് ഇരുന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കും. പിസ്സ ചീസ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് വലിഞ്ഞ് കിട്ടും. ഇനി ഒരു പരന്ന പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ ബ്രെഡ് 2 സൈഡും മുക്കിയെടുത്ത് നല്ലവണ്ണം നമ്മളാ കഴിയുന്ന രീതിയിൽ, മൊത്തം വെള്ളം പോകണമെന്ന് ആവശ്യമില്ല, കഴിയുന്ന രീതിയിൽ നല്ലവണ്ണം അമക്കി അത് വെള്ളം കളഞ്ഞ് പേപ്പർ പോലെയാവും ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇത് ബ്രെഡെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ റോൾ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി. ബ്രെഡ് പൊട്ടിപ്പോകാതെ നോക്കണമെന്ന് മാത്രം. നമ്മളതെല്ലാം ബ്രെഡെല്ലാം വെള്ളത്തിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല ഫില്ല് ചെയ്യാം. ഈ മസാല സെൻറ്ററിൽ വെച്ച് ആ മസാലയുടെ സെൻറ്ററിൽ പിസ്സ ചീസ് വെച്ച് അമക്കി നമ്മൾ റോൾ രൂപത്തിലാക്കിയെടുക്കുക. ഈ ബ്രൗൺ ഭാഗം തമ്മിൽ ജോയിൻ്റ് ആകാൻ വേണ്ടി കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും. നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ജോയിൻ്റ് ആകും. അഥവാ ജോയിൻ്റ് ആയിട്ടില്ല എങ്കിൽ പോലും നമ്മളത് മുട്ടയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയെ മുക്കി ഉരുട്ടുമ്പോഴത്തേനും അത് സീലായിക്കോളും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആദ്യമേ വെക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അത് നല്ല നനവ് കാരണം നല്ലവണ്ണം അത് പിടിക്കുമ്പോൾ നല്ലവണ്ണം അത് ജോയിൻ്റ് ആയിക്കോളും. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മുട്ടയിൽ മുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് പിടിക്കുക. ഇപ്പോൾ അത് ജോയിൻ്റ് എല്ലാം ക്ലോസായി. നല്ലവണ്ണം ഉരുട്ടിയെടുക്കണേ ബ്രെഡ് റോളിൽ. അഥവാ ഓപ്പണായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിട്ട് സീൽ ചെയ്തെടുത്ത് ഈ സമയത്ത് വേണം നല്ല ഷേപ്പ്
ഫൈനലായിട്ടുള്ള ഷേപ്പ് പിടിക്കുക. നല്ലവണ്ണം പ്രസ് ചെയ്ത് ഇനി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം റെഡിയാക്കി ഉരുട്ടി ബ്രെഡ് പൊടിയിൽ ഉരുട്ടി വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ തുടങ്ങാൻ. നല്ല ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കണേ ഗ്യാസ്. ഇട്ട ഉടനെ തന്നെ അത് തിരിച്ചിടാൻ ശ്രമിക്കരുത്. ഒരു സൈഡ് കുറച്ച് ബ്രൗൺ ആയതിനു ശേഷം മാത്രമേ അത് തിരിച്ച് റോൾ ചെയ്ത് നല്ല ബ്രൗൺ ഷേപ്പിൽ വറുത്ത് കോരുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക.